ഹലോ, എന്തൊക്കെയുണ്ട്? ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചോ? എല്ലാവരും അടിച്ചു പൊളിച്ചോ? ഇന്നിവിടെ ഉച്ചയ്ക്ക് എന്താണെന്നറിയോ? ചിക്കൻ ഫ്രൈഡ് റൈസ് ആണേ. അപ്പോൾ സ്വീറ്റായിട്ട് സേമിയ പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ലൈറ്റിൻ്റെ റെഡിമെയ്ഡ് മിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇളക്കി ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ പണി തുടങ്ങി. അപ്പോൾ ആദ്യം അമ്മ ഓയിലിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ഇട്ട് സോട്ട് ചെയ്ത് വരുമ്പോഴേക്കും സോസുകൾ 2 സോയ സോസും ടൊമാറ്റോ സോസും ഇട്ടു. പിന്നെ മെല്ലെ വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ടു. ക്യാരറ്റ് ഇട്ടു, പിന്നെ ബീൻസ് ഇട്ടു, പിന്നെ ക്യാബേജ് ഇട്ടു. അതൊക്കെ ഇട്ടിട്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ. എനിക്കിങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു കളർ മിക്സ്. പിന്നെ ഉപ്പിട്ടു, പിന്നെ ക്യാപ്സിക്ക യെല്ലോ കളറും പിന്നെ ഗ്രീൻ കളറും ഉണ്ടായിരുന്നു. അപ്പം രണ്ടും ഇട്ടു. എന്നിട്ട് വീണ്ടും സോട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. എന്നിട്ട് അതിനെ ഒരു സൈഡിലേക്ക് വെച്ചു. എന്നിട്ട് ഓയിലിട്ടു. ഇനി ഇതാ മുട്ട ഒഴിച്ചു. ഇനിയിപ്പം അത് അമ്മ മെല്ലെ സ്ക്രാമ്പിൾ ചെയ്യും. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ് അമ്മേൻ്റെ പണി കാണാൻ. ഇതാ ഇവിടുന്ന് പായസം ഏകദേശം ആയി തുടങ്ങി. അപ്പോൾ അതിങ്ങനെ ഒന്ന് കുറുകി വരണം. അപ്പോൾ കുറുകി വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അമ്മേൻ്റെ പണി അമ്മ ചെയ്യുന്നത് നോക്കി നിന്നിട്ട് ഇപ്പുറത്തുനിന്ന് ഞാനിങ്ങനെ ഇളക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോഴേക്ക് അമ്മ മുട്ട ഒക്കെ ഇളക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനാണെങ്കിൽ 2 പാത്രമൊക്കെ എനിക്ക് വേണം കേട്ടോ. അമ്മ ചെയ്യുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. എന്തൊരു ഭംഗിയെന്ന് നോക്കിയല്ലേ, എന്താ കളർഫുൾ. കണ്ണിന് നല്ലൊരു സന്തോഷം കാണുമ്പോൾ. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ, ഇങ്ങനെ ഫുൾ കളർഫുള്ളായിട്ട്. അപ്പോൾ അമ്മ പെപ്പറൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വേവിച്ച ചോറുണ്ട് അവിടെ മാറ്റി വെച്ചത്. അപ്പോൾ ആ ഒരു ഹാഫ് വേവിൽ മാറ്റി വെച്ച ചോറ് ഇപ്പം എടുത്ത് അതിപ്പോൾ അമ്മ മിക്സ് ചെയ്യുവേ. നമുക്ക് നോക്കേ, അത് കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഹൈഷ്, ഞാൻ പറഞ്ഞില്ലേ എന്ത് ഭംഗിയല്ലേ. ആ കളർഫുള്ളായിട്ട് കളർഫുൾനെസ് അടിയിൽ കിടക്കുന്നു. അതിൻ്റെ മേലെ നല്ല വൈറ്റ് ചോറും. പക്ഷേ ഇനിയിപ്പോൾ അത് ഇളക്കുമ്പോൾ അതിൻ്റെ ഭംഗി വേറെ തന്നെയല്ലേ കാണാൻ. ചില സമയത്ത് കിച്ചണിൽ ഞങ്ങൾ പണി ചെയ്യുമ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണിനും മനസ്സിനും സന്തോഷം തരുന്ന ഓരോ കാഴ്ചകളാണ് കേട്ടോ. ഇങ്ങനെ ഈ ഇളക്കുന്നതും ഇങ്ങനെ ഈ കളേഴ്സൊക്കെ മിക്സായി വരുന്നതും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം ഇതൊക്കെ. അപ്പോൾ അമ്മ ഇങ്ങനെ ഇളക്കുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കുക. എനിക്കിഷ്ടമാണ് ഇതൊക്കെ കാണാൻ. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ ആയി. ഇനി ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി ചൂടോടെ. ഞാനും എൻ്റെ മോളാണ് ഫ്രൈഡ് റൈസിൻ്റെ വലിയ ആൾക്കാർ കേട്ടോ. അപ്പം ഇവിടെ പായസമായി. അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ടു. മധുരം ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അതിനെക്കൊണ്ട് അമ്മ സാബുനരി വേവിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പശുനെയ്യ് അതും കൂടെ ഇട്ടു. അപ്പം നല്ലൊരു സേമിയ പായസം ആവശ്യത്തിന് മധുരത്തിൽ ആയി. പിന്നെ ദാ ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാം റെഡി, സെറ്റ്. അപ്പം ഇനി കഴിക്കണ്ടേ? ഞാൻ ഇനി കഴിക്കാൻ പോവാ കേട്ടോ. ചിക്കൻ ഫ്രൈഡ് റൈസ് പ്ലേറ്റിൽ വിളമ്പിയിട്ടുണ്ട്, കൂടെ സേമിയ പായസവും. സോസിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് സോസ് ഇട്ടു. പിന്നെ സാലഡും കൂട്ടി. അപ്പോൾ അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സൈഡ് ഡിഷൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഈ ഒരു പുതിയ വർഷം നന്നായി വരട്ടെ. എല്ലാവർക്കും എല്ലാ സന്തോഷം തരട്ടെ. അപ്പോൾ ബൈ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.